ഈ സ്വാമി ഏത് നാട്ടുകാരനാടാ? സ്വാമിക്ക് അങ്ങനെ നാടും വീടൊന്നുമില്ല. ആ, ഇവര് സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞെന്താ? സ്വയംഭൂ എന്ന് പറഞ്ഞാ ഇവര് താനെ അങ്ങ് ജനിക്കുകയാണ്. ഹോസ്പ്രവത്തിൽ അങ്ങ് ജനനം വരെയാണ്. സ്വാമി നമസ്കാരം. എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആളുകൾ മനുഷ്യരല്ല, എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്യാഗ്രഹമൊന്നുമില്ല, ഒരു കല്യാണം കഴിക്കണം. വിഫല ശ്രമ സാധ്യത. സ്വാമി, ഒരു പെണ്ണൊന്നുമില്ലാതെ എങ്ങനെയാ? പെണ്ണൊക്കെ വേണ്ട തന്നെ, പക്ഷെ തനിക്ക് വയറ് കൂടുതലുണ്ട്, കട്ടി മീശയാണ്. അത് എൻ്റെ ഐഡന്റിറ്റിയാണ്. മീശരാഘവൻ നാട്ടിൽ പറയലെല്ലാരും. അങ്ങനെ നടന്നോ? മോൾക്ക് ഇഷ്ടായി എന്നാ തോന്നുന്നു. പോയിട്ട് കുറച്ചേരായി, സംസാരം തീർന്നിട്ടില്ല. അതേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെന്ന് പറഞ്ഞാല് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാ എന്ത് കാര്യം നിൽക്കുള്ളൂ. അത് മതി. അതിന്റെ സംസാരമാണ് നടക്കട്ടെ, അവര് സംസാരിക്കട്ടെ. പിന്നെ ഇപ്പൊ സംസാരിച്ചാൽ എന്താണ്, ആ പൂപ്പയൊന്നല്ല ഞാൻ കൊണ്ടുവന്നേക്കണത്, നല്ല ഒന്നാന്തരം ചേക്കനാണ്. എന്തെങ്കിലും പറ. എനിക്കിഷ്ടായി. അതെ, എനിക്കിഷ്ടമായി. വേട്ടനിപ്പോ എത്ര വയസ്സായി? എനിക്കോ? എനിക്ക് 59. 59 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം. അതേ, ഭാര്യ ഇപ്പൊ മരിച്ചിട്ട് എത്ര നാളായി? 12 കൊല്ലായി അവള് പോയിട്ട്. ഞാൻ പറയാച്ചാലേ, നല്ല നല്ല കുട്ടികളുണ്ട്, വേണമെങ്കിൽ ആരണൊന്നും നോക്കിക്കോ. ആർക്ക്? എന്താണ് നിങ്ങളെന്താണ് ആദ്യമായിട്ട് കേൾക്കണമാതിരി ഒരു പെണ്ണ് വേണമെങ്കിൽ കെട്ടാന്ന് പറയാ. എനിക്കോ? പോയിക്കാ ചെയ്തള അവിടുന്ന്. എനിക്ക് പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പിന്നെ അതിന് ഗവൺമെന്റ് ജോലിക്ക് പഴയ പോലത്തെ ഇതൊന്നുമില്ല. ഒന്നാമതൊരു തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. പിന്നെ എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യ പിടിച്ചിട്ട് മറ്റേ ദുരിതബാധിതർക്ക് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം എന്ന് പറഞ്ഞാൽ 2-3 മാസം കൂടുമ്പോൾ ഓരോ ദുരന്തം വരണുണ്ടല്ലോ. പിന്നെ പെൻഷന്റെ കാര്യം, പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, കോമ്പൻസേറ്ററി പെൻഷൻ അല്ലേ. ഒരാൾക്കും താല്പര്യമില്ല ഇപ്പൊ സർക്കാർ ജോലി. ചേട്ടനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എനിക്ക് സർക്കാർ ഉദ്യോഗമൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് ജോലി അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല ആരോടും അങ്ങനെ. ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞാണല്ലോ ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നാൽ മതിയെന്ന്. എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞില്ല കേട്ടാ. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറയാ, ആ കുട്ടറെ കല്യാണം കഴിഞ്ഞാൽ അതേ പന്തല്ലാണ് വേണമെങ്കിൽ നമുക്ക് പിറ്റത്തെ ദിവസം വേണമെങ്കിൽ കല്യാണം നടത്താം. ഈ സർക്കാർ ജോലി നിർബന്ധമാണെങ്കിൽ നമുക്ക് 2-ൽ ഒരാൾക്ക് പോരെ? താനൊന്ന് വൃത്തിയായിട്ട് പഠിച്ചാൽ തനിക്കും കിട്ടുമല്ലോ. ശരിയാവൂല ഏട്ടാ, ചേട്ടൻ എന്നേലും നല്ല പെണ്ണിനെ കിട്ടും. അല്ല,
ഇത് കാണുന്നതിനൊരു പരിധിയില്ലേ? എനിക്ക് വയസ്സൊക്കെ ആയി വരുന്നതാണ്. നോക്കണം വേണ്ട അത് നിങ്ങൾ പറയും, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതെന്താ അത്ര ആലോചന? അത് വേണ്ട, അത് ശരിയാവില്ല. അത് വേണ്ടെന്നേ, അത് ശരിയാവില്ല. അത് വിട്. ആദ്യം മോളുടെ കാര്യം നോക്കാം. വയസ്സാം കാലത്ത് ഒന്ന് കൈ തെറ്റി വീണാലേ ആരെങ്കിലും ഒന്ന് കൈ പിടിക്കാനുണ്ടാവും. വേണ്ട ശീതള. വേണ്ടെങ്കി വേണ്ട. ഫോട്ടോ ഉണ്ടോ? എന്താണ് ഫോട്ടോ വല്ലതുണ്ടോ? ആരുടെ ഫോട്ടോ? പെണ്ണിന്റെ. ഏത് പെണ്ണിന്റെ? ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ. നമ്മളൊന്നും പറഞ്ഞില്ലോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങള്. അല്ല, വയസ്സുകാലത്ത് കാല് തെറ്റി വീണ നോക്കാനൊക്കെ ഒരാൾ വേണമെന്ന് ശീതളം പറഞ്ഞു. അതെ, എന്നാ എന്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. എന്തിനു പോന്ന കുട്ടിയാണ്, പ്രായമുണ്ടെന്ന് പറയേയില്ല. ഇല്ല, പ്രായം തോന്നിക്കില്ല. പ്രായം തോന്നിക്കില്ല. നല്ല വട്ടമുഖം. വട്ടമുഖം, നല്ല മുഖം, വട്ടം മുഖല്ലേ? ആ വട്ടമുഖം. പിന്നെ വിദ്യയുടെ അമ്മയെന്ന് എല്ലാവരും പറയും. അത് ശരിയാവൂല. എനിക്ക് ഗവൺമെന്റ് ജോലി ആണെങ്കിൽ മതിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഉറപ്പാണോ? ആ. അതേ, എന്തെങ്കിലും ഒരു മാനസാന്തരം വരണമെങ്കിൽ എന്നെ വിളിക്കുക. നമ്പർ തരട്ടെ? വേണ്ട വേണ്ട. വേണ്ട. ഉറപ്പാണ്? ആ, വെറുതെ ഇപ്പൊ ചായ കുടിച്ചത് മോശമായോ? അത് സാരില്ല, ഇതിപ്പോ സ്ഥിരമല്ലേ. ഉറപ്പാണപ്പാ അല്ലേ? വെറുതെ ആണുങ്ങളുടെ ശാപം മേടിക്കാൻ നിക്കണ്ട. ഞാൻ സഹിച്ചു. ശീതളേട്ടാ, ശീതളേട്ടാ, ആ വരും വരും. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. വരും ശീതളേട്ടാ, എവിടെ വന്നേ? എന്താണ്? ഇല്ല, അത് നടക്കൂല. അയ്യോ, അത് നിങ്ങളെന്തും പറഞ്ഞില്ലോ. കുട്ടിയുടെ കാലിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ വന്ന ശീതളേട്ടാ. എന്തേ? ഒന്നുമില്ല. ആ വരുന്നു, താ വരുന്നു. നടന്നിട്ട് നമ്മുടെ അതെ. നോക്കണം. ആ വരും വരും. അപ്പൊ ഇത് കഴിഞ്ഞ് ടർപ്പന്റ് തീർന്നയാ? ഉണ്ടാവില്ല. അതെ, സുധി കണ്ട്രാക്കെ, നാളെ കൊണ്ട് പണി നിങ്ങൾ തീർത്ത് തന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഞാനങ്ങ് നിർത്തും, ബാക്കി ഞാൻ അടിച്ചോളാം. മന്മത നാളെ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കും പോരെ? ഇത് തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാന്നും പറഞ്ഞത്. അല്ല, ഇനി കുറച്ച് ഏരിയ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇത് വായിലാക്കി തുപ്പുന്നല്ലോ, പേര് ബ്രഷ് കൊണ്ട് അടിച്ച് തീരണ്ടേ? എന്റെ സുധി, ഒരു ആലോചന ആലപ്പുഴയിൽ നിന്ന് വന്നവർക്ക് അതിലെ പെണ്ണിന്റെ അമ്മായിയപ്പനെ വീട് കാണണമെന്ന്. അവര് വന്ന് ഇനി കണ്ട് വീടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നേരത്തെ 1-2 കല്യാണം മുടങ്ങിയത്. ഇനി അതായിട്ട് ഇത് മുടങ്ങണ്ട വെച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ വീട് കണ്ട വീട് കൊള്ളൂ സാർ. ആ ശീതളേട്ടാ വരി. ഈ പെണ്ണിന് ഇവിടെ എനിക്ക് നാളെ പെണ്ണാണ് പോകേണ്ട മൂപ്പര് കൂടെ. എന്നെ മൊയ്തു അവന്റെ കെണിയിൽപ്പെട്ടത് എന്നെ ചതിച്ചവനാണ്. എനിക്കറിയാ, എനിക്ക് കാണിച്ചെന്ന് പെണ്ണിനെ മൂപ്പര് അടിച്ചു മാറ്റിയതല്ലേ. എന്താണ് ഇത്? അവിടെയാണ്. അല്ല ശീലേട്ടാ, നാളെ എവിടെയാ പോണ്ടേ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അങ്കക്കാട് ഒരു നല്ല കുട്ടിയുണ്ട്, ആ സുലൈമാൻ ഖാന്റെ. മൊയ്തു, ഇപ്പൊ അനക്ക് നടന്നില്ലെങ്കിലും വിഷമിക്കണ്ട, ആ കൊച്ചിന് ജീവിതം കൊടുക്കാൻ ആളുണ്ടാവും. ആ എന്താണ് ഒരു കൊള്ളി വെച്ച് സംസാരം മന്മത? എന്താ ഞാൻ പറയല, എന്താ തെറ്റ്? സത്യാവസ്ഥ എന്താ അറിയാ നിങ്ങക്ക്? എന്താണ്? എന്റെ പെണ്ണാണ് അവള്. ഞാൻ അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ്. ഞാൻ മന്മഥനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി, വീട്ടിലേക്ക് പോയി. ഇവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഇത് എന്താ അത്, അയാളുടെ കണ്ണുമ്പോ എന്തൊക്കെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, അയാളുടെ നോട്ടം മാതിരിയും തൊടലൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ആ കുട്ടിക്ക് അവരുടെ വീട്ടുകാർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാല്, ഇത്രക്ക് ഒരു 6-6 അടി പൊക്കമുള്ള ആൾക്കാരൊന്നും വേണ്ട. എന്റെ കൂട്ടിനടുത്ത് നിന്ന് ഇങ്ങനെ ആണി ആടും വെക്കണ മാതിരി ഉണ്ടാവും. അപ്പൊ ആൻ നിൽക്കണ സീതള ഏതെങ്കിലും അത്യാവശ്യം ഈ കൂട്ടരുടെ അടുത്ത് ചേരാവുന്ന തരത്തിലുള്ള വിവരം മതി, കുടുംബം നോക്കണം നന്നായിട്ട്, ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇത് കേട്ടപ്പോ തമാശക്ക് എന്ത് പറഞ്ഞു, എന്നാ പിന്നെ എന്നോടത്തോളം എല്ലാത്തിനും പറ്റിയതാണ്, ഞാൻ പോരേന്ന് പറഞ്ഞു ചിരിച്ച്. ഇത് കേട്ടു അവര് പറയണത് നിങ്ങക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു എന്നോട്. അത് ശരി. അങ്ങനെ ഒരു ചോദ്യത്തിലാണ് ആ സംഗതി പിന്നെ അങ്ങനെയൊക്കെ ആയി തീർന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നല്ല മന്മത. അത് മനസ്സിലായി. ശീതള, ഇത് നീ ഉണ്ടാക്കിയ കഥ
കഥയല്ലേ, നീ ഇത് ആൾക്കാരോട് പറഞ്ഞു നടക്കണം, ഞാൻ അറിഞ്ഞു. അത് എത്ര വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യും, നാളെ ഡിവോഴ്സ് ചെയ്യാ, നീ കൊടേക്കോ. ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ചെറ്റകളാണ് എന്റെ വീട്ടിൽ വിളിച്ച് വരുന്നത്. ഒരു കാര്യം എനിക്ക് അവന്റെ കാര്യം കേൾക്കണ്ട. പറഞ്ഞോട്ടെ എന്നാ സഹിക്കാം. ഇത് കേക്കി നിങ്ങള് ഇപ്പൊ വൈകുന്നേരം എനിക്കൊന്ന് വീട്ടിൽ കയറണമെങ്കിൽ 2 എണ്ണം അടിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ എന്റെ സ്ഥിതി. ഇതിപ്പോ എനിക്കറിയോ? അറിയില്ല. അപ്പൊ രക്ഷപ്പെടുത്തിയതിന് ഇപ്പോഴും ഞാൻ ചീത്ത കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പോട്ടെ, അത് എന്റെ കഥ എന്തായാലും ഇപ്പോഴത്തെ കാലാണ്, ഇപ്പോഴത്തെ കുട്ടികളാണ്. ഈ കയ്യിലും മുണ്ടി കൊടുത്ത് ഈ ജാതി കോലത്തിലൊന്നും കേറി വരരുത്. അല്ലല്ലേ, ഞാൻ വെള്ളം മുണ്ട് ഷർട്ട് ഇടും. അതെ, ആ വെള്ളം മുണ്ടും ഷർട്ടും വേണ്ടാന്നാ പറഞ്ഞത്, ഒന്നും ഇടണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ചെറുക്കന്മാരുടെ ഒരു ഇത് കണ്ടിട്ടില്ലേ, എന്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ എന്തെന്നാ പറയുക, അതന്നെ ന്യൂജൻ, ഈ ഫ്രീക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇടണോ? പെണ്ണ് കാണാനല്ലേ. അപ്പൊ 10 മണിക്ക് ഞാൻ അവിടെ നിൽക്കാം. എന്നാ പിന്നെ പറഞ്ഞു പോലെ ആയിക്കോട്ടെ. ഇപ്പൊ ഇത്ര ഒന്നും ചൂടാവേണ്ട ഒരു കാര്യമില്ല. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്താണ് നിങ്ങൾ ഇവിടുന്നേ ഓട്ടോസ് വിളിച്ച് പോയിക്കോളി. അതെന്താ, എന്ത് മര്യാദ നീ പറഞ്ഞത്? എന്താണ്? നമ്മള് ടൗണിലല്ലേ വന്നത്, അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയാക്കണ്ടേ നീ? അവിടെ കൊണ്ടാക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ ശീതളട്ട നിങ്ങളെ ഭർത്താനം കേട്ടില്ല, ഞാൻ പെണ്ണാണപ്പോ നിങ്ങൾ ഇവിടെ വന്നത്. ആ പെണ്ണിന്റെ പാപ്പ പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഒരു ഗതിയും പരഗതിയിൽ ഒരുത്ത ചങ്ങാനെ കൊണ്ടാണ് പെണ്ണാണ് വന്നതെന്ന്. എന്റെ ഈ കീറി പാൻറ്റൊക്കെ കേട്ട അയാൾ ചോദിച്ചെന്നാ ഈ ഇല്ലാത്ത വീട്ടിൽ നിന്നുണ്ടാക്കി വരുന്നതെന്ന്. നിങ്ങൾ ചോദിപ്പിച്ചാൽ അതിനെ കൊണ്ട് ഈ പേരും പറഞ്ഞ്, ഈ പെണ്ണാണെന്ന പേരും പറഞ്ഞ് ഒരുപാട് പൈസ നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്ന പൈസ എന്താ ഈ കാട്ടിന് അങ്ങോട്ട് തരും. വേണ്ട കേട്ടോ, മോശമായിക്കോട്ടെ. നിങ്ങൾ ഇനി എനിക്ക് പെണ്ണ് കാണണ്ട. അതെ, എന്നാ നിക്ക്, എന്നാ ഉള്ള സത്യം ഞാൻ നിന്നോട് പറയാം. എന്തായാലും നീ ഇപ്പൊ എനിക്ക് കാശൊന്നും തരുന്നില്ലോ. എന്താണ് ഇപ്പൊ തുറന്ന് പറയാന്ന് വിചാരിക്കാണ്. എന്താണ്? അവർക്ക് ഈ കീറിയ പാന്റ് ഒന്നും കണ്ടിട്ടല്ല പ്രശ്നമായത്. ആ കുട്ടിയുണ്ടല്ലോ, ആ കീറിയ പാന്റിന്റെ ഇടാ കൂടെ ഇവിടെ നോക്ക്, പണ്ട് വട്ടച്ചൊറി വന്നത് കണ്ട ആ കുട്ടി. വട്ടച്ചൊറി എന്ന് പറഞ്ഞൊന്നും കട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഇതാണ് ഞാൻ എന്റെ മാന്യത കൊണ്ട് നിന്നോട് പറഞ്ഞില്ല. കാശ് മേടിച്ചു കൊണ്ടുപോകുന്നിടത്ത് ഇനി എന്ത് മാന്യത? നീ പൊക്കോ, ഞാൻ എങ്ങനെയും പോയി. നല്ല പാന്റ് ഇട്ട് നടന്നോളാം ഞാൻ. എന്നെ കൊണ്ട് പാന്റ് അടിച്ചങ്ങളാ വട്ടച്ചൊറിയെ പറ്റിക്കാം, ആൾക്കാരെ പറ്റിക്കാന്ന് പറഞ്ഞാൽ മേലെങ്കിൽ പെണ്ണ് കാണണ്ട. ഇത് എത്ര റൂമാണ്? 3 സെറ്റ്. ഞാൻ മുകളിലേക്ക് പോകണോ? അല്ല, അളവ് നോക്കാം. ഈ സൈഡ് എത്ര പറഞ്ഞു? ഈ സൈഡ് 10.5. 10.5. അവിടെ 10.4. 10.4. വരി വരി. നിങ്ങളാ വാങ്ങണത്? ഇത് 2 ഷട്ടർ മൊത്തം ബിൽഡിങ്ങും കൂടി 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 3300 രൂപ വെച്ചാണ് സ്ക്വയർ ഫീറ്റിന് മുനിസിപ്പാലിറ്റി കണക്ക് കൂട്ടുന്നത്. അപ്പൊ 3300 ഒരു 3,30,000 രൂപ ഫീസ് അടക്കേണ്ടി വരുള്ളൂ. അതെ, എങ്ങനെ എന്താ അടിസ്ഥാനത്തിൽ? അപ്പൊ ഇതപ്പോ എന്താ ഈ ബിൽഡിങ്ങിന് എന്താ റേറ്റ് ഇട്ടേക്കണേ? ബിൽഡിങ്ങിന് 33 ലക്ഷം രൂപ വരും. എന്റെ സാറേ, ഞാനിത് 10 കൊല്ലം മുമ്പ് പണിയണ സമയത്ത് എനിക്ക് 10 ലക്ഷം റുപ്യായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയപ്പോ ഈ പഴയ ബിൽഡിങ്ങിന് 33 ലക്ഷം ആവണേ? അല്ല, നിങ്ങൾ ഈ സ്ഥലം മേടിച്ചിട്ടുള്ള സമയത്തുള്ള വിലയല്ലല്ലോ അയാളോട് വാങ്ങണത്. അല്ലേ, എന്താ പ്രശ്നം അറിയോ? ഒരു 15 ലക്ഷം റുപ്യ നിങ്ങൾ ഇപ്പൊ എനിക്ക് തരാമെങ്കിൽ ഇതിനേക്കാൾ നല്ല ബിൽഡിംഗ് ഞാൻ കിട്ടും ഇവിടെ. ആണാ? എന്നാ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തോ. അതല്ലല്ലോ, ഇത് ഒരു നിയമമാണ്. ഇതിപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റിന്ന് ഒരു സ്ക്വയർ ഫീറ്റിന് 3,300 രൂപ വെച്ച് കാണണം വാല്യൂ. നിങ്ങളുടെ മുതലിന് വില കൂട്ടിയാണ് കാണിക്കണത്, കുറയ്ക്കണില്ല. അല്ല, അത് മേടിക്കാൻ ആൾക്കാർക്ക് പറ്റണ്ടേ? ഇതിപ്പോ വില കൂട്ടി കാണിക്കണു. അതെ, ഇതെന്ന് പറഞ്ഞാല് സർക്കാരിന് തോന്നിയ ഒരു റേറ്റ് ഇടും. കാരണം എന്താണെന്നറിയാമോ? ഇത് പൊതുജനങ്ങളെ ബാധിക്കണ ഒരു കാര്യമല്ലല്ല, നിങ്ങളെ പോലെ കുറച്ച് ആളുകളെ ബാധിക്കണ കാര്യമായതുകൊണ്ട് കിട്ടാനുള്ളടത്തുനിന്ന് കിട്ടണത് വാങ്ങും. ഇനി ഇതിപ്പോ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നോക്കട്ടെ, അത് ചെറിയ പൈസ കൊടുക്കുള്ളൂ. 30 രൂപയിൽ ഒതുക്കും, വെറും 30 രൂപ. പൈസ ഒന്നും കൊടുത്തിട്ട് നമുക്കെങ്കിൽ ഇത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഒന്നും തരാൻ പറ്റില്ല. താൻ എന്തായി പറയണേ? ഞാൻ പറയണ 3 ലക്ഷം രണ്ടാൾ കൂടി ഷെയർ ചെയ്തോണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ ചെയ്യ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതാതിരിക്കാം. കയ്യിൽ മേടിച്ചു. അതെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്റെ ബിൽഡിങ്ങും കൊടുക്കുക, പിന്നെ അതിന്റെ ടാക്സും അടയ്ക്കാ പറഞ്ഞാൽ എനിക്ക് നഷ്ടക്കച്ചവടമാണത്. അതെ, ഈ പട്ടി 2 എണ്ണം നമ്മുടെ ആണോ? എന്താ അതിന്റെ ടാക്സ് തന്നെയാണോ? ഇല്ല, നമ്മുടെ ആണ്. അത് കൂട്ടിയിട്ടില്ല, കിടക്കണതാണ്. എന്റെ കടി കൊള്ളാണ്ട് നോക്കിക്കഴിഞ്ഞ്. അതെ,
ഇനിയിപ്പോ മൊയ്ത് പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് ഇതുകൊണ്ട് ഒരു കാര്യമില്ല. എന്റെ ബിൽഡിങ്ങും പോവാ, പിന്നെ അതിന്റെ ടാക്സും ഞാൻ അടക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഞാൻ ഇപ്പോ താൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ പകുതി കാശ് ഞാൻ എടുക്കാം. അതാണ്. അപ്പൊ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സാറേ ഒരു ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അതെന്തേലും ചെയ്തോട്ടെ. ഇതേ നമുക്ക് എന്തെങ്കിലും എഴുതി തരാൻ പറ്റില്ല സാറേ, ഇതിനൊക്കെ നിയമമുണ്ട്. അതാണ്. അത് വിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല നിയമമായി എന്തായാലും അത്. വണ്ടി ശരി എന്നാ. അതെ, അപ്പൊ എന്താ തീരുമാനിച്ചാ പറയോ? അഡ്വാൻസ് ഒന്നും തിരിച്ചു തരില്ല. ഈ 3 ലക്ഷത്തിൽ ചില്ലറ നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യാ. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കണല്ലോ. ഞാൻ മൂപ്പരെ കൊണ്ടിട്ട് വരാം. അപ്പൊ അങ്ങനെ കുറച്ച് പണിയുണ്ട് ഇവിടെ. പോവല്ലേ? പിന്നെ അത് വിടാൻ കിടന്നില്ല. അതെ, എന്താ കാണുന്നത് നടക്കങ്ങട്ട്. സാറേ അതെ, മൂപ്പര കാറിന് കൊടുക്കാനുള്ള ഒരു 1000 രൂപ, കാറിന് കൊണ്ടാക്കാനുള്ള ഒരു 1000 രൂപ. ഇനിയിപ്പൊ അത് ഞങ്ങള് തരണോ? അല്ലാണ്ട് എന്റെ അടുത്ത് കൊടുക്കാൻ പറ്റും. കൊടുക്ക്, ഞാൻ തരാം, പിന്നെ തരാം. എപ്പ തരുന്ന്? അത് കൊടുക്ക്. കൊടുത്തോ അല്ലെങ്കിൽ മൂപ്പരോട് വാങ്ങിക്കോ. എന്റെ അടുത്ത് പൈസ ഇല്ല, പൈസ ഇല്ലേ? എന്താ തൊട്ട പൈസയാണ്. തൊട്ട പൈസ. എടുത്തോളൂ കേട്ടോ. ആയില്ലേ? അപ്പൊ ഇത് ആദ്യം ഒപ്പിട. അല്ല, ഒപ്പിടുന്നതിന് മുമ്പേ ഇത് നമ്മുടെ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു കേൾക്കണമെന്നുണ്ടോ? അല്ല, പ്രധാനപ്പെട്ടത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഒന്ന് വായിച്ചോളൂ. പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ. അല്ല മൊയ്തു, അതാ അതിന്റെ ആ ഭാഷ മനസ്സിലാവില്ല, ഒന്ന് വായിക്കും. കേട്ടോളേ. സർവേ 360/8 പെട്ടതും 6442 തണ്ടപ്പേരിൽ കൊണ്ടതുമായ 3/64 ചതുരശ്ര മീറ്റർ സ്ഥലവും അതിനുള്ള കെട്ടിടവും സെന്റ് ഒന്നിന് 3 ലക്ഷം രൂപ ക്രമത്തിൽ ഇന്നേക്ക് 3 മാസം തികയുന്ന 2025 ജനുവരി 6 മുമ്പായി എഴുതി പിടിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ പനികിനി കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്താളി. മുഴുവൻ എടുത്തോളൂ. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കോ. എങ്ങനെ തിരിഞ്ഞു വന്നോളൂ. 2.5 ലക്ഷം അഡ്വാൻസ്. അഡ്വാൻസ് 2.5 കൊടുത്തോളി. ആയിക്കോട്ടെ. അപ്പൊ എനിക്കും നിങ്ങൾക്കും ഉപകാരത്തിലേക്ക് ആവട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ വേറൊന്നുമില്ല, 3 മാസം വരെ തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയില്ല വെച്ചാൽ ഞാൻ ആരാണ് വരുന്നത് അവർക്ക് കൈമാറും. ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു 3 മാസം നമുക്ക് നാളെ ആവണമെങ്കിലേ 3 മാസം നാളെ ആവണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. 3 മാസത്തിനുള്ളിൽ ചെയ്യും. അതിപ്പോ അങ്ങനത്തെ ഒരു സ്ഥലമാണത്, ഒരു കണ്ണായ സ്ഥലതേ. ബിസിനസ് തുടങ്ങാനേ. അതെ അല്ലേ? ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് ആരാ ചെയ്യുന്നത് ബിസിനസ്? ഞാനാണ് കൂടെ അദ്ദേഹവും. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ശരി കേട്ടോ. ഇതിപ്പോ ഒരു കോപ്പി വേണമെങ്കിലേ മൊയ്തുന്റെ കയ്യിൽ കൊടുത്തു വിടാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരി ആയിക്കോട്ടെ. ഇറങ്ങൂ. നോക്കി ഇറങ്ങണേ. മൊബൈൽ എടുത്തില്ല. മൊബൈല് മറന്നു പോയതാ. നന്നായിണ്ടത്. എടുത്തു പോ. അല്ലോ അതെ, ഞാൻ എന്റെ പേന അവിടെ നിന്ന് എടുക്കാൻ മറന്നു പോയി തോന്നുന്നു. പേന എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നാണേ. എന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അല്ല, ഇനിയിപ്പോ 3 മാസം കഴിയണ്ടേ? അല്ല, അഡ്വാൻസ് കിട്ടിയില്ല 2 ലക്ഷം. അതെ, ഇപ്പൊ 2.5 ഇനിയിപ്പോ എങ്ങനെ അവരുടെ അടുത്ത് ചോദിക്കുക? അഡ്വാൻസ് ഉണ്ടാവുമല്ലോ.
എന്താ തരണ്ട്? അല്ലെ 3 മാസമൊക്കെ ഞാൻ കാത്തു കയറാൻ ഞാൻ മയ്യത്തായി പോയ എന്റെ കുടുംബത്തിന് വരെ കിട്ടും ഇത്. ഇതിപ്പോ ഈ 3 മാസത്തിനുള്ളിൽ ഈ കച്ചവടം നടന്നില്ല വെച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്ന കാശ് എനിക്ക് നഷ്ടമായില്ലേ? എന്നാലും 2.5 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയല്ലോ. ഇതിപ്പോ എത്ര തരണ്ട്? എനിക്കൊരു 1.5 ലക്ഷം മതി. എങ്ങനെ? ഇതാര സ്ഥലം? സ്ഥലങ്ങളത് എന്നിട്ട് 1.5 ലക്ഷം അങ്ങോട്ട് തരുമേ? 2.5 ലക്ഷം കിട്ടിയിന്? ഇപ്പൊ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. എനിക്ക് ആകെ ടൈറ്റുള്ള കാരണം ഈ സ്ഥലം തന്നെ ഞാൻ കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ സ്ഥലം കൊടുക്കോ? ശീതളേട്ടാ 3 മാസം കഴിഞ്ഞ് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത് 3% കമ്മീഷനാണ് അല്ലേ? ഈ മൊത്തം കച്ചവടം നടന്ന അതിൽ 3% കമ്മീഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിക്ക്. ഇനിയിപ്പൊ അത് നോക്കണ്ട, ഞാൻ ഒരു 20 റുപ്യ തരാം. എന്താണ് നിങ്ങള് എന്നാ റൗണ്ട് ആക്കി 50 ആക്കി നിങ്ങള് 50 ഇപ്പൊ വരാ. അല്ലല്ല അവിടെ നിൽക്കി വരും 50 ആക്കി. അതെ ഇതൊന്ന് പിടിക്കും. 2 ലക്ഷം വേണ്ട. അല്ല വരുന്നു ഇപ്പൊ വരാ. ഇതും തെറ്റിയില്ലോ? ടൈറ്റിലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും. ഇല്ല എന്താ വരാത്തൊന്ന് വിളിക്കൂ, സമയം പോലെ വിളിക്കൂന്ന് വിളിക്കൂ. എന്നാ പിന്നെ അത് ഒറ്റയ്ക്ക് വന്നോട്ടെ, നമ്മൾ പോവാ. അല്ല ഇതിപ്പോ എത്രയാ? 30 ഉണ്ടായില്ലേ? അതില് 30 ഉണ്ട്. എന്താണ് ചെല്ലോ 30 ഉണ്ട്. അതാ അവര് വിളിക്കോ. അതാ വന്ന് ഇങ്ങനെ നിക്കാണ്. കേറ് ചാവിയുടെ ചാവി എവിടെയാ? ചാവി പോന്നാല്. അതെ ഞാനേ 3 മാസത്തേക്കാണല്ലോ നമ്മള് കാലാവധി പറഞ്ഞേ ബാക്കിയുള്ള തുക കൊടുക്കണത്. മനുഷ്യന്റെ കാര്യല്ലേ, എന്തെങ്കിലും അവിടെ ഇവിടെ ഒരു പെശക് വന്നാലോ. ഞാൻ മൂപ്പരെടുത്ത് പറഞ്ഞ 6 മാസം ആക്കിയിട്ടുണ്ട്. 6 മാസം. അല്ല അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. 3 മാസം കൊണ്ട് നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും കാലതാമസം വരികയാണെങ്കിൽ അതിനാക്കിണ്ട് പോവാന്നല്ലേ? മൂപ്പരിപ്പിന് ഫുൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്തും തരുള്ളേ. അയാളൊരു കർക്കശക്കാരനാ. നിങ്ങളെ കാര്യത്തില എനിക്കറിയാം. നിങ്ങളത് നേരിട്ട് എനിക്ക് തരുന്നു. കൊടുക്കൂ, അതങ്ങ് കൊടുത്തേക്കൂ. 1000 കൊടുത്തേരും. 500 1000 കൊടുക്കൂ. അത് കൂടുതലൊന്നും അല്ല മൊയ്തു. ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പൈസ വേണ്ടേ? ആയിരിക്കട്ടെ, വട്ടച്ചെലവിന് ഇരിക്കട്ടെ. വരൂ, പോവാന്നാലേ. കേറൂ, വന്നാ വഴിയിലിറക്കാം. വരൂ. ഞാൻ മാർക്കറ്റിനോട് ഇറങ്ങിക്കോ. വരൂ. സാറേ, ഒരാള് പുറത്തു വന്നിട്ടുണ്ട് സാറിനെ കാണാൻ വേണ്ടിട്ട്. ആരാന്ന്? അല്ല, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. വലിയ സാറിനെ കാണണം എന്നാ പറയുന്നത്. വിളിക്കട്ടെ? വലിയ സാറിനെ കാണാൻ ആരാപ്പത്? നമസ്തേ സാർ. നമസ്കാരം. ഒരു മിനിറ്റ് ശ്രുതി, ഇതിലേ ഞാൻ അടിയുള്ളവരുടെ ഇങ്ങനെ ലിസ്റ്റ് വന്നിട്ടുണ്ടാക്കുന്ന അടിച്ചങ്ങോട്ട് അയക്കാം. ആരാ? എനിക്ക് മൈ നെയിം ഈസ് മന്മഥൻ ഡിണ്ടിഗൽ. എവിടെ? ഡിണ്ടിഗൽ, തമിഴ്നാട് ഡിണ്ടിഗൽ. അവിടുന്ന് വരണം സാർ. എനിക്കൊരു പുതിയൊരു ബിസിനസ് കേരളാവിൽ പ്രൊമോഷൻ ചെയ്യണമെന്ന് നല്ല ആശ ഇருக்கு. എന്ത് ബിസിനസ്? ആക്ച്വലി ഞാൻ വന്നൊരു മലയാളി. ഞാൻ ജനിച്ചത് പാലക്കാട്. അച്ഛൻ പാലക്കാട്, അമ്മ കോയമ്പത്തൂർ. പിന്നെ അച്ഛൻ്റെ ബിസിനസ് ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച നാട്ടിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആശയം. എന്ത് ബിസിനസ്? ഞാൻ ഗാർമെന്റ്സ് ആണ്. അത് ശരി. അമ്മ പേര് മാരിയമ്മ. അപ്പൊ അമ്മയുടെ പേരിൽ ഞാൻ മാരിയമ്മ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അല്ല, അപ്പൊ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയില് അതിന് പെർമിഷൻ കിട്ടാൻ പണിയൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അങ്ങനെ ചെയ്യാനല്ല എൻ്റെ ഐഡിയ. എൻ്റെ കേരള ഫുൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് ഡെവലപ്പ് ചെയ്യണം. അല്ല, അത് കേരളം മുഴുവൻ നിങ്ങളുടെ ഇത് ഇറക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇവിടുത്തെ ഒരു സെക്രട്ടറി എന്നുള്ള എനിക്ക് ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? അല്ല, എല്ലാ സെക്രട്ടറിമാരെയും ഞാൻ കാണുന്നുണ്ട്. എന്താ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഞങ്ങളിത് പ്രോഡക്ട്സ് ഇപ്പൊ ഷർട്ട് റെഡിമെയ്ഡ് ഷർട്ട് ഉണ്ട്, ഷർട്ട് പീസ് ഉണ്ട്. എനിക്ക് മനസ്സിലായി. അതെ ഈ വക ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായി. ഇപ്പോ സമയാധികങ്ങളുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ എവിടെ വിൽക്കണമെന്നും കുഴപ്പമില്ല. പക്ഷെ ചില കടകളുടെ മുന്നിലാണ് വിൽക്കുന്നതെങ്കിൽ ആ കടക്കാർ കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. സാർ അങ്ങനെയല്ല സാർ, ഞാൻ ഫുട്പാത്ത് ബിസിനസ് അല്ല സാർ. സോറി സാറത് തെറ്റിദ്ധരിച്ച്. ഫുട്പാത്ത് അല്ല സാർ, പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു സ്മോൾ സ്കെയിൽ അല്ല. ഇപ്പൊ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് സാർ? ഇവിടെ സുധി എത്ര സ്റ്റാഫ്? ഒരു 30. എത്ര ജെന്റ്സ് ഉണ്ട് സാർ? 18 ജെന്റ്സ്. അപ്പൊ 12 ലേഡീസ് അല്ലേ? ഇപ്പൊ 18 ജെന്റ്സ് ഉണ്ടല്ലോ സാറ്. ഞാനൊരു 5 ഷർട്ട് പീസ് സാർ ഇവിടുത്തെ ജെന്റ്സ് സ്റ്റാഫ് എടുത്താൽ
സാർക്ക് ഒരു ഷർട്ട് പീസ് ഫ്രീ. ഇനി ആരെങ്കിലും 2 പാൻറ് പീസ് ജെൻസ് എടുത്താൽ സാർക്ക് ഒരു അണ്ടർവെയർ ഫ്രീ. പിന്നെ ലേഡീസ് ആരെങ്കിലും സാരി എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ വൈഫിക്ക് ഒരു നൈറ്റ് ഫ്രീ. അപ്പം നമുക്ക് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇനിയിപ്പോൾ സാറിന് പിന്നെ പാൻറ് ഷർട്ട് മേടിക്കാൻ പുറത്ത് പോകണ്ടല്ലോ. അതെ, നിങ്ങൾ വെറുതെ സമയം കളയാതെ പോകാൻ നോക്കി. ഇതിപ്പോൾ അവർ ശമ്പളം മേടിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഇഷ്ടമുള്ള കടയിൽ നിന്ന് എടുക്കും. ഞാൻ പറഞ്ഞാൽ അവരെടുത്തോളുന്നത് എന്താ നിർബന്ധം? അതായത് സാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫയലെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ, ഇതൊന്നും ഇവിടെ വർക്കിംഗ് അല്ലല്ലോ. നമ്മൾ ഈ ഇതിനെ ഇങ്ങോട്ട് മാറ്റി ഇവിടെയോ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിട്ടും സാർ. അപ്പം ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനിപ്പോൾ നമ്മളിത് ചെയ്യേണ്ട, ഇവിടെ ഞാൻ സാറിന് ഈ ഓഫീസിൽ ഇത്രയും സ്പേസ് മതി സാർ. ഇപ്പം ഞാനിതേ ഇതിപ്പോ ഷർട്ട് ഇതെല്ലാം ഇതിപ്പോ നമ്മൾ സാർ ഫോർ എക്സാമ്പിൾ നമ്മളിത് ഇവിടെ വെച്ചു. ഇപ്പൊ സാറിന്റെ സ്റ്റാഫുകൾ വരുന്നു, രാവിലെ ഇത് ഒപ്പിടാൻ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും അവർ സെലക്ട് ചെയ്യും. അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർ അപ്പം പൈസ തരില്ല, കാണില്ല. അപ്പോൾ സാർക്ക് ഇത് അവർക്ക് ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാം. എന്നിട്ട് അവരെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് സാർ കളക്ട് ചെയ്ത് വെച്ചോ. എനിക്ക് വേറെ പണിയൊന്നുമില്ല, തുണിക്കച്ചവടമാണ് പണി. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്നാമത് സുധി ഓരോരുത്തർ കയറി വരുമ്പോ അവർ ആരാ എന്തിനാ വരുന്നത് ചോദിച്ചിട്ട് വേണം വരാം. ഇവിടെ 100 കൂട്ടം പണികൾ സാർക്കുള്ള കമ്മീഷൻ ഉണ്ട് സാർ. തരും ഞാൻ. ഇപ്പൊ ഞാൻ ഒരു ഫ്രീ സാധനം തരട്ടെ, അതെടുത്ത് വെച്ച് പോകാൻ നോക്കിയാ. ഈ ടീഷർട്ട് സാർക്ക് നല്ല ചേരും. ഇതെടുത്തോ സാർ. അതെ, ഇയാൾ പോകാൻ നോക്ക് സാർ. ഒന്ന് എടുത്തിട്ട് പോകാൻ നോക്കണോ? ചുമ്മാതല്ല കേരളത്തിൽ ഒരു ബിസിനസ്സും വളരാത്ത. നിങ്ങളെപ്പോലുള്ളവരുണ്ടായിരുന്നു വളരൂല സാർ. ഇതെല്ലാം കുറെ കഷ്ടമാണ് സാർ. നമ്മളെപ്പോലുള്ളവർ കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലേ, പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും? എന്നിട്ട് നിങ്ങൾ പോയി ഇത് വേറെ കൂടിയ കാശിന് വലിയ കടയിൽ നിന്ന് വാങ്ങും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സാർ. എനിക്കറിയാം സാർ. ഇത് ഒന്നുകൂടി സാർ ടൈം ഞാൻ തരാം. വേണ്ട വേണ്ട വേണ്ട